ആലപ്പുഴ ചേർത്തലയിൽ വീട്ടുവളപ്പിൽ കുഴിച്ചുമൂടിയ നിലയിൽ അസ്ഥികൂടം കണ്ടെത്തി. ഏറ്റുമാനൂർ സ്വദേശി ജൈനമ്മ തിരോധാന കേസുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിലാണ് വീട്ടുവളപ്പിൽ അസ്ഥികൂടം കണ്ടെത്തിയത്. അതേസമയം ശരീരാവശിഷ്ടം ചേർത്തലയിൽ കാണാതായ ബിന്ദു പത്മനാഭന്റേതാണോ എന്നും സംശയമുണ്ട്. ബിന്ദു തിരോധാന കേസുമായി ബന്ധപ്പെട്ട് ആരോപണമുയർന്ന സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ നിന്നാണ് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. സെബാസ്റ്റ്യൻ പോലീസ് കസ്റ്റഡിയിലാണ്. ഡിസംബർ 28 ഏറ്റുമാനൂർ സ്വദേശി ജൈനമ്മയെ കാണാനില്ലെന്ന് പരാതി വരുന്നത്. കോട്ടമുറി കാക്കനാട്ടുകാലയിലെ വീട്ടിൽ ഭർത്താവ് അപ്പച്ചനൊപ്പമായിരുന്നു ജൈനമ്മയുടെ താമസം. സ്ഥിരമായി ധ്യാന കേന്ദ്രങ്ങളിൽ പോകുന്നതിനാൽ കാണാതായി 4 ദിവസം കഴിഞ്ഞാണ് ബന്ധുക്കൾ പരാതി നൽകിയത്. തുടർന്ന് ഏറ്റുമാനൂർ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ജൈനമ്മ ചേർത്തല പള്ളിപ്പുറം ഭാഗത്തെത്തിയതായി കണ്ടെത്തിയിരുന്നു. എന്നാൽ പിന്നീട് അന്വേഷണം എങ്ങുമെത്തിയില്ല. കഴിഞ്ഞ മാസം കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പള്ളിപ്പുറം സ്വദേശി സെബാസ്റ്റ്യനും ജൈനമ്മയും തമ്മിലുള്ള ബന്ധം ക്രൈംബ്രാഞ്ചിന് സ്ഥിരീകരിക്കാനായത്. സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തുള്ള 5 ഏക്കറോളം വരുന്ന കാട് പിടിച്ചു കിടക്കുന്ന പുരയിടത്തിൽ നിന്നാണ് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. അതേസമയം സെബാസ്റ്റ്യൻ ബിന്ദു പത്മനാഭൻ തിരോധാന കേസിലെ 1-ാം പ്രതി കൂടിയാണ്. അതുകൊണ്ട് തന്നെ മൃതദേഹാവശിഷ്ടങ്ങൾ ആരുടേതാണെന്ന് DNA പരിശോധനയ്ക്ക് ശേഷം മാത്രമേ സ്ഥിരീകരിക്കാനാകൂ. ജൈനമ്മയെ സംബന്ധിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഏറ്റവും ഒടുവിൽ ടവർ ലൊക്കേഷൻ കാണിക്കുന്നത് പള്ളിപ്പുറത്തുള്ള സെബാസ്റ്റ്യന്റെ പുരയിടത്തിലാണ്. മാത്രമല്ല, പുരയിടത്തിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടങ്ങൾ കത്തിച്ചതാണോ എന്നും അന്വേഷണ സംഘം സംശയിക്കുന്നുണ്ട്. 2006 പള്ളിപ്പുറത്ത് നിന്ന് കാണാതായ ബിന്ദു പത്മനാഭനെ കുറിച്ചും അന്വേഷണ സംഘത്തിന് സംശയമുണ്ട്. ഇതുവരെ ബിന്ദുവിനെ സംബന്ധിച്ച യാതൊരു വിവരവും പോലീസിന് കണ്ടെത്താനായിട്ടില്ല. അസ്ഥികൂടം ബിന്ദു പത്മനാഭന്റേതാണോ എന്നും സംശയമുണ്ട്. തിരോധാനത്തിന് ശേഷം ബിന്ദുവിന്റെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളാണ് വ്യാജരേഖകൾ വഴി സെബാസ്റ്റ്യൻ സംഘവും തട്ടിയെടുത്തത്. ഈ കേസിലെ മുഖ്യപ്രതിയാണ് സെബാസ്റ്റ്യൻ. ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷം മാത്രമേ മൃതദേഹം ആരുടേതാണെന്ന് തിരിച്ചറിയാനാകൂ. ന്യൂസ് 18 ആലപ്പുഴ.